നമ്മളെ ഇപ്പം 5-ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കണ്ടു. ഒരുപാട് പേര് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വരാൻ തയ്യാറായി നിൽക്കുന്നു. എനിക്ക് ഒരുപാട് മെസ്സേജുകളാണ് കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു രീതി? രക്ഷാപ്രവർത്തനം നമ്മൾ മെനിഞ്ഞാന്ന് ഉണ്ടാക്കിയ അതേ നിലയിൽ തന്നെയാണ് പോവുക. അത് 6 സോണായിട്ട് തിരിക്കുക. 6 സോൺ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമുക്ക് 1374 അംഗങ്ങളാണുള്ളത്. ഫോഴ്സസിന്റെ കാര്യം മറ്റേത് സോൺ 1 ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, അതുപോലെ കേരള പോലീസ്, അതിന്റെ IRB, പിന്നെ NDRF. സോൺ 1 നമ്മൾ ഓരോന്നിലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതിനനുസരിച്ചാണ് ആളുകളെ കൊടുത്തിട്ട്. അപ്പൊ സോൺ 1 136 പേരാണ്. സോൺ 2 ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, SOG, ആർമി, NDRF അവിടെ 462 കുറച്ചുകൂടി നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഈ സാധ്യത കൂടുതലുള്ള ഇടമാണ്. സോൺ 3 ഫോറസ്റ്റ്, ഫയർഫോഴ്സ് അവിടെ 73 പേരാണ്. സോൺ 4 ഫയർഫോഴ്സ്, NDRF, ആർമി അവിടെ 317 പേരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സോൺ 5 ഫയർഫോഴ്സ്, ആർമി, ഫോറസ്റ്റ് അവിടെ 168 പേര്. സോൺ 6 ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, TN തമിഴ്നാട്ടിലൂടെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ NDMA, ഡെൽറ്റ സ്ക്വാഡ് 218. ഇങ്ങനെയാണ് 1374. ഇതിൽ സോൺ 2 ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തുന്നത്. ഇത് പുറമെ വളണ്ടിയേഴ്സ് വേറെയുണ്ട്. വളണ്ടിയേഴ്സ് വേറെ 750 വളണ്ടിയേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവര് കൗണ്ടേഴ്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 75 പേരെ ഡിപ്ലോയ് ചെയ്തു. അതിന്റെ ഫോഴ്സസിന്റെ കൂടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിനിസ്റ്റർ, നമുക്കിപ്പോൾ 750 പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നു, അതേപോലെ മെസ്സേജുകളിൽ വരുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹമുണ്ട്, രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. അവരോട് നമുക്ക് എന്താ മിനിസ്റ്ററിന് പറയാനുള്ളത്? കൂടുതൽ ചെറുപ്പക്കാരുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തിലാണെങ്കിലും ശരി. അത് 2 നിലയിലുണ്ട്. 2 നിലയിലാണ് അതിൽ കാര്യങ്ങൾ. ആളുകൾ അധികമായി പോയാൽ അതും അത്ര ഗുണകരമല്ല. ഞാനിപ്പോ ഇന്ന് രാവിലെ 9:30 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതിന്റെ കണക്കും എടുത്തിട്ട് പറയണമെന്നാണ് ശ്രീ അരുൺ ഞാൻ ആലോചിക്കുന്നത്. അധികം ആളായാലും അതിൻ്റെതായ കുഴപ്പമുണ്ട്. മറ്റു ചില പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ 9 മണിക്ക് നമുക്ക് ആ കാര്യം പ്രേക്ഷകരെ അറിയിക്കാം അല്ലേ? ഇനി വേണോ വേണ്ടയോ? 9:30 മണിക്ക്. ഓക്കെ, ശരി. മിനിസ്റ്റർ, ഞാൻ ഒരു മെസ്സേജ് വായിക്കാം. ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുന്നത് ഞാനിപ്പം പെട്ടെന്ന് യൂട്യൂബിൽ കണ്ട ഒരു മെസ്സേജാണ്. ഞാനൊരു അധ്യാപികയാണ്, എനിക്കൊരു മകനാണുള്ളത്, ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ഒരു മകൾ കൂടി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വളർത്താൻ ആഗ്രഹിക്കുന്നു. ഇതൊരു മെസ്സേജ് മാത്രമാണ്. ഇത് തായീസ് വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു അമ്മ ഇട്ടിരിക്കുന്ന മെസ്സേജാണ്, ഒരു ടീച്ചർ ഇട്ടിരിക്കുന്ന മെസ്സേജാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഈ കുട്ടികളെ സ്പോൺസർ ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ തയ്യാറാണ്. അപ്പോൾ ഇവരെ നമ്മളൊന്ന് ബന്ധിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇത് അറിയാം, ഈ സമയം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടതെങ്കിലും നമുക്ക് അങ്ങനെ കൂടിയൊക്കെ ആലോചിക്കേണ്ടതുണ്ടാവും അല്ലേ? നമുക്ക് ഇവരെയൊക്കെ പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരുപാട് പേര് ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിന് നിയമപരമായ കുറേ പ്രൊസീജിയറുണ്ട്. പക്ഷേ ഇവരെയൊക്കെ സ്പോൺസർ ചെയ്യാനുള്ളൊരു സംവിധാനം നമുക്ക് വേണമെങ്കിൽ ഒരുക്കി കൊടുക്കാം അല്ലേ? നമുക്ക് ഇതിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുതിയ കാലത്തരുൺ നമ്മൾ പുനരധിവാസം ഇത്തരം സംഭവങ്ങൾ ഉള്ളതിൽ നിന്നും അപ്പുറത്തേക്ക് പുതിയ കാലത്ത് മറ്റു പല പുതിയ സാധ്യതകൾ കൂടിയുണ്ട്. അപ്പൊ എല്ലാ സാധ്യതകളും തേടേണ്ടതുണ്ട്. അതില് പ്രധാനം ഈ നമ്മുടെ ഈ ക്യാമ്പുകളിലൊക്കെ ഉള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അവരുടെ അഭിപ്രായം, അവരുടെ കാര്യങ്ങൾ കൂടി കേട്ടുകൊണ്ട് ഒരു നിലപാടെടുക്കുക. അതുകൊണ്ടാണ് ഒരു സ്വിച്ചിട്ടാൽ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒന്ന്, നമ്മുടെ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ രക്ഷാദൗത്യം നടക്കുമ്പോൾ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ചൊരു കൃത്യമായ പ്ലാൻ നമുക്ക് ഉണ്ടാക്കണം. ഒരു മാസ്റ്റർ പ്ലാൻ. പുനരധിവാസവും പ്രത്യേകിച്ച് പുതിയ സാധ്യതകൾ തേടിയുള്ള ഇടപെടലുകളും അനിവാര്യമാണ്. അതിലിപ്പോ ഡോക്ടർ അരുൺ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. ഏതായാലും 9:30 നമുക്ക് ഈ രക്ഷാപ്രവർത്തകരുടെ കണക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ പറയാം. അവരെന്തായാലും കാത്തിരിക്കുന്നുണ്ട്. പലരും ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, ഞങ്ങൾ വണ്ടി എടുത്ത് അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ബസ്സിൽ കയറി വരാം, നടന്നാലും പ്രശ്നമൊന്നുമില്ല, ദിവസങ്ങളോളം ഞങ്ങളൊന്നും ഞങ്ങൾക്ക് തരണ്ട, ഇച്ചിരി ഭക്ഷണം തന്നാൽ മതി, ആ സമയത്ത് എല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരുപാട് യുവജന സംഘടനകൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ DYFI ആണെങ്കിലും ശരി, KSU ആണെങ്കിലും ശരി, യൂത്ത് കോൺഗ്രസിൻ്റെ, SDP-യുടെ, സേവാഭാരതി, എല്ലാവരും എത്തുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞത് പ്രേക്ഷകർ എല്ലാവരുടെയും പേരൊന്ന് പറയണം എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ആശയപരമായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും അവിടെയുണ്ട്. ഒരുപാട് പേര് അവിടെ വരാൻ തയ്യാറുമാണ്. ഒരു വലിയൊരു സമൂഹം നമ്മുടെ ഒപ്പം ഉണ്ട്. അവരെയൊക്കെ നമ്മൾ മാനിക്കുകയും ചെയ്യണം. അതിൽ വേറെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനാ താല്പര്യങ്ങളോ ഒന്നും നോക്കേണ്ടത്. വരുന്നവരൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിച്ച് പറയുന്നതാണ്.
ഒരു സംശയമില്ല. അതിനെ അതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്, സ്വാഗതം ചെയ്യേണ്ടത്. എന്നാൽ പൊതുവെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 9:30 മണിക്ക്. ഓക്കെ, മിനിസ്റ്റർ ഒരു കാര്യം കൂടി പറ്റുമെങ്കിൽ, നമ്മളിപ്പോൾ അന്ന് ഈ വട്ടിയൂർക്കാവിലും നമ്മൾ അന്ന് ദുരന്തത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയല്ലോ. അന്ന് മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് മന്ത്രി അല്ല, അതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അന്ന് നമ്മളൊക്കെ ചെയ്തതുപോലെ ഈ ആപ്പുകൾ ഉണ്ടാക്കിയും ഗൂഗിൾ ഫോമൊക്കെ ഫില്ല് ചെയ്തും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാക്കി. കാര്യം ഇത് 1-2 ദിവസം കൊണ്ട് അവസാനിക്കില്ലല്ലോ, ചിലപ്പോൾ ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അത്തരം സംവിധാനം ആലോചിക്കുന്നുണ്ട്. അത്തരം സംവിധാനം ഇപ്പൊ ഞങ്ങള് ഇന്നലെ ചേർന്ന യോഗത്തിൽ അതിന്റെ ചില ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ വിശദമായി തന്നെ പറയാം. ശരി മിനിസ്റ്റർ, ഓക്കെ, താങ്ക് യു. ശരി, മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പം ആ ടീച്ചർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ടീച്ചർ മിനിസ്റ്ററുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അരുൺ സാർ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നവരോട് ശ്രദ്ധിക്കാൻ പറയണം. അപ്പോൾ ടി വി പ്രസാദ് തുടരാം. ടി വി പ്രസാദിന്റെ മുന്നറിയിപ്പുണ്ട് ഒരു പ്രേക്ഷകന്റെ. അവിടെ റിപ്പോർട്ട് ചെയ്യുന്നവരോട് ശ്രദ്ധിക്കാൻ പറയണം. നിറയെ ചെളി ഉള്ളതുകൊണ്ടും ഒരുപാട് അസുഖങ്ങൾ ഉള്ളതുകൊണ്ടും വളരെ